ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ ഇതൊരു റിയലി ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാൻ വന്നത്. ഞാൻ എന്ത് ചെയ്തു, അപ്പം നമുക്കിന്ന് നോക്കാം ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തെന്ന്. ഓക്കേ, ഞാനിന്ന് തിന്നു. ഇതൊക്കെയാണ് തിന്നുന്നത്. ഒരാളെ പരിചയപ്പെടുത്തി കേട്ടെ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സർപ്രൈസ്. അമ്മ എന്തിനാ അമ്മ ഇവിടെ മുംബൈയിലേക്ക് വന്ന്? നിന്റെ പ്ലേ ഇല്ലേ? നിന്റെ പ്ലേ കാണാൻ വന്നത് അതോ എന്നെ കയറ് വെച്ച് കെട്ടിയിടാൻ വന്നതാണെന്ന് തോന്നുന്നു. അത് ഓൾറെഡി ഉണ്ടല്ലോ. കയറ് മാത്രമല്ല, കുറച്ച് പുല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പശുവിനെ പോലെ സൈഡിൽ കെട്ടിയിടും. തീറ്റ, കാലിത്തീറ്റ, മറ്റേ പഴങ്കഞ്ഞി, മറ്റേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അനിയാണ് സൈഡിൽ കെട്ടിയിടും. സോ ഞാൻ കഴിച്ചു കഴിഞ്ഞു, അമ്മയും കഴിച്ചു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിനി എന്ത് ചെയ്യും അമ്മ? നമ്മളിനി എന്ത് ചെയ്യും? നമ്മളിനി ഷോപ്പിങ്ങിന് വേണ്ടി എന്ത് ചെയ്താലും കയറിന്റെ അറ്റ എൻ്റെ കയറ് വെട്ട് കളയില്ല കയറ്. നമുക്ക് കയറ് മാറി കയറ് ബാഗ് വരെ എൻ്റെ അമ്മ എടുത്തിട്ടുണ്ട് കയറിന് വേണ്ടി. പക്ഷെ കയറ് അഴിച്ചിട്ടിട്ട് ഒരു കയറാക്കിയിട്ടുണ്ട്. അതെ, നമ്മൾ വലിയ കളികൾ മാത്രം. ഏത് നമുക്കൊരു ഔട്ട്ഫിറ്റ് ചെക്ക് നടത്താം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മൻ്റെ അനീതിയെ പോലെ ഇരിക്കുന്നതാണ്. ഹലോ, വേണ്ട, ഒരു കൊച്ചൊന്നിട്ട് മിയാവായിട്ട് പോയിട പറഞ്ഞത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എൻ്റെ അമ്മയും അമ്മ എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ എല്ലാവരും അനീതി എന്ന് വിളിക്കുന്നത്. കാണിച്ചു തരാം. എൻ്റെ അമ്മ പാവാടയൊക്കെ കൊടുത്തുകൊണ്ടാണ് മുംബൈയിൽ ഇറങ്ങണത്. മാത്രമല്ല, ഞാൻ കേരളത്തിലും. പക്ഷെ ചുമ്മാ അല്ല, ആൾക്കാർ അനീതി. ഇപ്പൊ ശരിക്കും അമ്മ എൻ്റെ അനീതി പോലെയാ. കുറച്ച് എന്നെ മകളെന്ന് പറയും. ഇല്ലടി അത്രയും. അമ്മ ഇനി അമ്മേനെ കയറിടേണ്ടി വരും. ഇനി അമ്മേനെ കയറിടണം. അമ്മ സ്കേർട്ട് ഇട്ടു. അമ്മയ്ക്ക് ഇന്ന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അപ്പം അമ്മയുടെ രീതിയിൽ നമുക്ക് പോവാം. അമ്മ എന്താ ചെയ്യാനുള്ളത്? കയറ് മേടിക്കണം. അമ്മ നമ്മൾ ഇന്ന് എന്ത് ചെയ്യും? ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ ടൈറ്റിൽ. ഓക്കെ, ഇന്ന് നമ്മളിപ്പോ ഒരു മോളിൽ പോവും. ചുമ്മാ കറങ്ങിടക്കും. എന്തെങ്കിലേക്ക് വാങ്ങിക്കണം തോന്നിയാ വാങ്ങിക്കും. ഞാൻ അമ്മയുടെ നേരത്തെ പറഞ്ഞു, ഞാൻ കുറച്ച് കാശ് കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സം ഹാർഡ് ഏൺഡ് മണി. ഞാൻ ഇന്നൊരു സാധനം മേടിക്കും, കാശ്. അതെൻ്റെ അമ്മ എതിർക്കില്ല. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ എതിർക്കുമോ? അമ്മ എതിർക്കത്തില്ല. പൈസ സൂക്ഷിച്ചു വെച്ചാൽ കൊള്ളാം. ഏതും അതിപ്പോൾ നമ്മളിങ്ങനെ കേൾക്കണ്ട. നമ്മൾ ഇങ്ങനത്തെ കാര്യം നമ്മൾ കേൾക്കാൻ പോകരുത്. നമ്മൾ 500 ഞാൻ ആരെ പിന്നെ വിളിക്കും? ആക്ച്വലി ഒരു പ്ലേ ഇന്ന് 1:30 എൻ്റെ പ്ലേ നടക്കേണ്ടതായിരുന്നു. പക്ഷെ എൻ്റെ ടീം അത്ര പ്രിപ്പയർഡ് ആയിരുന്നില്ല. സോ ടീച്ചർ വാസ് ലൈക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേ ചെയ്യാമെന്നാണ്. മേക്കപ്പ് ഇന്ന് പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ കുളിച്ചു. കയ്യടികൾ. ഏതൊരുത്തിന് പരാതി ഉണ്ടായിരുന്നു, എന്റെ വീഡിയോക്ക് ഒരു അങ്ങരക്കണ്ട മണക്കാവും എന്റെ വായിക്കാതെ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ ഇവർക്കറിയാം. ഇപ്പൊ ഞാൻ വലിയ ചൊല്ലു. ഇവർക്കറിയാം. ഇവർ ഇതിലെ കൂടെ നമുക്ക് എനിവേ. All these skyscrapers and then these. Look at the color difference. ഞാൻ നോക്ക്, അത് ഗ്രേയിഷും ഇത് ഭയങ്കര കളറും ഉണ്ടല്ലേ. കോൺട്രാസ്റ്റ് അല്ല, ഇത് ഇന്നർ മീനിങ് ഉള്ളതല്ല. നമ്മളിന്ന് അടുത്തത് എന്ത് ചെയ്തു? നമ്മളിന്ന് സാറയെ വന്നിട്ട് നമ്മൾ തുണികൾ മേടിക്കുകയാണ്. നിന്റെ കാശ, നീ ഇഷ്ടമുള്ള ഏതോ. അയ്യോ സോറി. മാതാശ്രീ ഇഷ്ടമുള്ള മേടിച്ച മാതാശ്രീ പൊളി. ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ സാറയിൽ കളഞ്ഞുപോയി. ഞാൻ അമ്മയായിട്ട് ഇങ്ങനെ തപ്പി കിടക്കുമായിരുന്നു.
ആ അമ്മയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, സോറി എൻ്റെ അമ്മ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഇതൊരു പെൺകൊച്ച് നിൽക്കുന്ന പറയാം. ഞാൻ അമ്മേനെ നോക്കുക കുർത്തയിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും. പിന്നെ നോക്കി വന്നപ്പോൾ ഈ സ്ത്രീ ഇവിടെ ഉണ്ട്. സോറി എൻ്റെ അമ്മ സോറി മാതാശ്രീ ഇവിടെ ഉണ്ട്. ഇതെങ്ങോട്ടാ ഇത് പോകുന്നത്? ഇതെങ്ങോട്ടാ? അപ്പോൾ ഗായ്സ് നമ്മൾ ആക്ച്വലി കുറച്ച് നേരമായി. നമ്മൾ എന്തൊക്കെ മേടിച്ചു? നമ്മൾ ഇത്രയും മേടിച്ചപ്പോൾ കാണിച്ച് നമ്മളിത് എന്തൊക്കെ ഇന്ന് എന്തൊക്കെ ചെയ്തു. നമ്മൾ ഇത് ഇത്രയും ചെയ്തു. ഞാൻ എന്താണ് ചെയ്തത്? ഇതാണ് നമ്മൾ ചെയ്തത്. ഞങ്ങൾ ചെയ്തത് കേട്ടാൽ ഞങ്ങൾ ചെയ്തത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അയ്യോ ഓക്കെ. ഹലോ ഗൈസ്, അമ്മയുള്ളത് കൊണ്ട് സ്റ്റാർബക്സിൽ വന്നു. ഇല്ലെങ്കിൽ നമ്മൾ സൈഡിൽ തട്ടയുടെ ചായ കുടിച്ചാണ്. അമ്മയുണ്ട് സ്റ്റാർബക്സിൽ വന്നിട്ട് നമ്മൾ അല്ലല്ല എനിക്ക് സ്റ്റാർബക്സിൽ വരണം. അമ്മ വന്നാലേ കാശ് കിട്ടൂ. എന്നെ കിട്ടുന്നില്ല. അല്ല എല്ലാവരും അങ്ങനെയാ. പുറത്ത് താമസിക്കുന്ന മക്കളെല്ലാവരും പേരൻസ് വരാൻ കാത്തിരിക്കും അവർ പോയി ലാവിഷായിട്ട് തിന്നാൻ വേണ്ടി. നമ്മൾ എന്തുവേണം തിന്നാതിരിക്കണില്ല, തിന്നുന്നുണ്ട്. ഇനി പുതിയ ബ്ലോഗറിൻ്റെ കയ്യിൽ നമുക്ക് ഫോൺ കൊടുക്കാം. ഏത് എന്ത് സംസാരിക്കണ്ടേ? ഹലോ ഗായ്സ്, ഞങ്ങൾ ബോംബെയിലാണ്. അയ്യേ എനിക്കറിയത്തില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷനിൽ? അമ്മയ്ക്ക് ഡയറക്റ്റായിട്ട് പറയുന്നില്ല, ഇൻഡയറക്റ്റായിട്ട് പറയണമെന്നില്ല, ഏത് രീതിയിലും പറയാം. പക്ഷെ നമ്മളിൽ അവസാനമായിട്ടായിരിക്കും നമ്മളിത് അഡ്രസ്സ് ചെയ്യുന്നത്. ദിസ് ഇസ് ഫോർ മൈ പീപ്പിൾ. സോ യാ, നമ്മൾ കൂടുതലും നല്ല എന്തായാലും ഇത് പോവല്ലേ ഗൈസ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കളർ ഗ്ലോസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിന് ഭയങ്കര അഫോർഡബിൾ ആണ്. സീരിയസ്ലി ഭയങ്കര നാട്ടിൽ ഭയങ്കര കോൺട്രവേഴ്സി നടക്കുകയാണ്. ഫോട്ടോ സെൽഫിഷ് ആണ്. നിങ്ങൾ മേടിക്കാൻ ടാഗ് ആയിട്ടുണ്ടാകും കേട്ടോ. നിങ്ങൾ മേടിക്കും, അടിപൊളി സംഭവം. ഭയങ്കര അഫോർഡബിൾ. 300 എത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇത് 3000 സാധനത്തിന് ഗ്രൂപ്പാണിത്. ഫെൻഡി ബ്യൂട്ടി ഡ്യൂപ്പാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്ത് കണ്ടിന്യൂ ഞാനാ. നമുക്ക് വേറെ ഒരുപാട് പണിയില്ലേ. നമ്മൾ എന്നെ വഴക്കൂറാണെങ്കിൽ ഞാൻ വേറെ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് ആക്ച്വലി എന്താ പറയുന്നില്ല, എനിക്കിതൊന്ന് റിയാക്ട് ചെയ്യാൻ പോലും അല്ലെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം എനിക്ക് അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എൻ്റെ ഹോം ലോൺ ആരും വന്ന് ചെയ്ത് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. എൻ്റെ കാർ ലോൺ ആരും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. നിൻ്റെ ലോൺ അങ്ങനെ പലതും ഞാൻ തന്നെ കഷ്ടപ്പെടണം, ഞാൻ തന്നെ ചെയ്യണം. പിന്നെ എനിക്കിത്രേ പറയാനുള്ളൂ, കുഞ്ഞുങ്ങളായാലും ആരായാലും അവരവരുടെ പാഷനിൽ പോവുക. അവരവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് മാത്രമല്ല, അവർക്ക് ധൈര്യം അതുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഒരു തരം ധൈര്യം തന്നെയാണ്, അതുണ്ടെങ്കിൽ ലിവ് യുവർ ലൈഫ്, ഡു വാട്ട് എവർ യു വാണ്ട്. എനിക്കത്രേ പറയാനുള്ളൂ. ജീവിക്കുക. നാളെ ഒരു വണ്ടി തട്ടിയാൽ തീരാവുന്ന കാര്യമുള്ളൂ. നാളെ വേണ്ട, ഇവിടെ നിന്ന് കാപ്പ് പിടിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തീരാവുന്ന ഇതേ ഉള്ളൂ. ലൈഫ് ഒന്നേ ഉള്ളൂ. എൻജോയ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരെ ഉപദ്രവിക്കാതെ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, അപകടം ഉണ്ടാക്കാതെ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താ, മക്കളെ സപ്പോർട്ട് ചെയ്യുക. അമ്മ ഇങ്ങനെ ആക്കാൻ പറ്റുമോ? പിന്നെ നമ്മളെന്തീ കാണിക്കുന്നത്? വലിയ കോൺട്രവേഴ്സികളുണ്ട്. അമ്മ മൂക്ക് തുറക്കാൻ പറ്റുമോ? ഐ ജസ്റ്റ് റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഏജ് എന്ന് പറയുമ്പോൾ വിവരമുള്ളത് 5 വയസ്സുള്ള കൊച്ചിനും ആവാം, 85 വയസ്സുള്ള അപ്പൂപ്പനും ആവാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ഒരു ഞാൻ പറയുന്നില്ലായിരുന്നു, എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഒരു ആൻറ്റി എനിക്ക് തന്നെ മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. ആൻഡ് ഇപ്പോൾ കുറേ ഫോളോവേഴ്സ് കൂടി കുറേ ആൾക്കാരുടെ മെസ്സേജ് വരുന്നുണ്ട്. ലവ് മെസ്സേജ്, ലൈക്ക് ഇഷ്ടമാണ്, ലൈക്ക് നിങ്ങൾ കണ്ടിന്യൂ. ഇപ്പോൾ പറയാം മോളെ, ഞാൻ 2 പെൺകൊച്ചുങ്ങളുടെ അമ്മയാണ്, 2 ടീനേജേഴ്സിൻ്റെ അമ്മയാണ്. എനിക്ക് മോള് അന്നിട്ട ഡ്രസ്സ്, മറ്റേ ഫോട്ടോഷൂട്ടിന് ഡ്രസ്സ്, ഈ തമ്മനയിലുള്ള ഡ്രസ്സ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് എൻ്റെ കൊച്ചുങ്ങൾ ഇട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു അമ്മ എന്ന രീതിയിൽ ഞാൻ മോൾക്ക് അനുഗ്രഹം നൽകുന്നു. എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞത്. ഞാനിപ്പോൾ എങ്ങാനും I have any choice to wear any of my dresses, right? It is not affecting any other people. Then why should I, take a step back? If it affects any other people, okay, it's my mistake. But it's not affecting anyone else, പക്ഷേ
ഈ അമ്മച്ചിയുടെ മുന്നിൽ ഞാൻ എങ്ങാനും പോവുകയാണെങ്കിൽ ഞാൻ നല്ല മാന്യമായിട്ട് പോകും എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഈ ആൻറ്റീനെ ഡിസ്റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പോകും. ബിക്കോസ് അത്രയ്ക്ക് റെസ്പെക്റ്റോടെ കൂടെയാണ് പുള്ളിക്കാരുടെ ഒപ്പീനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ യൂഷ്വൽ തംബ്നെയിലിൻ്റെ പോലെയല്ല ഇപ്പോഴത്തെ തംബ്നെയിൽ, എനിക്കറിയാം. ബാക്കി എല്ലാവരും എൻ്റെ ഈ പിക്ചർ വെച്ച് തംബ്നെയിൽ കൂടെ കാശുണ്ടാക്കുന്നുണ്ട്. വൈ നോട്ട് ഞാനും എൻ്റെ പിക്ചർ ഇട്ടിട്ട് തംബ്നെയിലിൽ കാശുണ്ടാക്കുന്നില്ല എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ തംബ്നെയിൽ ക്ലിക്ക് ബീറ്റ് പോലെ ഞാൻ എന്ത് ചെയ്ത് മനസ്സിലായോ, സ്മാർട്ട്. അവർ മാത്രമല്ല ഞാനും സ്മാർട്ടാണ്. പക്ഷെ ലേറ്റ് ആയിട്ടാണ് സ്മാർട്ട് ആവുന്നത്, അത് വേറെ കാര്യം. സോ ഒരു സംഭവം പറ്റി. ഇന്നലെ മോളിൽ വലിയ കാര്യമെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ പോയി, ഞാൻ എൻ്റെ പ്രാക്ടീസ് സെഷന് പോയി. അതിനുശേഷം അമ്മ ഹോട്ടലിലും ഞാൻ എൻ്റെ വീട്ടിലുമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ പ്രത്യേകിച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരുത്തി അവിടെ ഇരിപ്പുണ്ട്. അമ്മ, ഇതാണ് എൻ്റെ വ്യൂ. ഇവിടെയുണ്ട് പച്ചപ്പും ഹരിതാപവും. കാണുന്നുണ്ടോ ഗൈസ്? ഒരു വലിയൊരു സങ്കടം ന്യൂസായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, അമ്മയും ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടൊരു സാധനം കിട്ടിയില്ല. സോ വി ആർ ആക്ച്വലി വെരി സാഡ് അബൌട്ട് ഇറ്റ്. അത് ആണെന്നറിയില്ല. അവിടെ നിന്ന് ആക്ച്വലി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഐ എം ആക്ച്വലി വെരി സാഡ്. ജെന്യൂനായിട്ട് ഞാൻ പറയാം, ഭയങ്കര സാഡാണ് ഞാൻ. ഐ മീൻ ഇങ്ങനെ അത് അഫക്റ്റ് ഞാൻ വിചാരിച്ചില്ല. അമ്മയ്ക്ക് എന്ത് പറയാനുണ്ടോ? അമ്മയ്ക്ക് അത് എഫക്ട് ചെയ്യുന്നുണ്ടോ? എനിക്ക് കൈ മതി, സാധനം വേണ്ട. സോ കയറ് കിട്ടിയില്ല. കേരളത്തിലെ കയറ് കിട്ടാഞ്ഞിട്ട് എനിക്ക് കേരളത്തിലെ കയറും ബോംബെയിലെ കയറും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ബോംബെ കയറ് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ കയറ് മേടിക്കാൻ നമ്മൾ പശുവിനെ കെട്ടണ കയറ് മേടിക്കണ്ട. അപ്പോൾ ജനുവരി സാർ തലയൊക്കെ ഇവിടെ ഇങ്ങനെ വേദനിക്കുന്നു കയറ് കിട്ടാത്തതുകൊണ്ട്. അച്ഛനെ ഒന്ന് വിളിച്ചു ചോദിക്കോ എന്തു കയറോ? കയറ് കിട്ടിയില്ല, ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അല്ല, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അല്ല, അമ്മയോട് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും കേട്ട്. തമാശ അല്ല കേട്ടോ, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ദിസ് ഇസ് നോട്ട് ഫണി. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. എനിവേ, ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ദാറ്റ് വി ഗോണ ടോക്ക് അബൌട്ട് ഹൗ വി ഫീൽ അബൌട്ട് സർട്ടൻ സ്റ്റഫ്, certain ugly stuff. Words from Manju Pillai's mouth. അപ്പം നമുക്കിത് മഞ്ജുപ്പുഴയുടെ തന്നെ ചോദിക്കാം എന്താണെന്ന്. ഞാൻ അങ്ങോട്ട് വരണോ? ഓക്കെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. മഞ്ജു പിള്ളൈ, ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ദിസ് ഇസ് ഫോർ മൈ പീപ്പിൾ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് അമ്മയുടെ ഫാൻസിനും. എൻ്റെ ഫാൻസ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് കുഴപ്പമില്ല, എന്നെ ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ടേഴ്സ് പീപ്പിൾ. അതാണ് ഞാൻ പറഞ്ഞത്, സപ്പോർട്ടേഴ്സ്. യാ അമ്മ, ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ്? എന്ത് ഫീല്? ഞാൻ അത് ആലോചിച്ചിട്ടും കൂടിയില്ല, എന്നാലേ ഫീൽ ഉണ്ടാവുള്ളൂ. ചോദ്യം, നല്ല ഉത്തരം. ഐ ഫീൽ ദാറ്റ് ദിസ് ഇസ് യൂസ്ലെസ് സ്റ്റഫ് which is happening. Yeah, useless stuff, but ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ബട്ട് ആസ് എ മദർ എവിടെയോ ഇരുന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങളെ പറയും, എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ പറയുമ്പോൾ ആസ് എ മദർ നമുക്കൊരു വേദന ഉണ്ടാവും. ഇവിടെ ഒരു വേദന, നോട്ട് എന്താ പറയുക, പേടി, അല്ലെങ്കിൽ അങ്ങനെയല്ല. എനിക്ക് എൻ്റെ കൊച്ചിനെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ മാർക്ക്. അല്ല, അത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, അല്ല എന്ത് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ അത് മാത്രമല്ല, എന്നെ എത്രയോ പേര് എന്നെ സ്വന്തം മകളായിട്ട് കാണുന്നു. അമ്മ അത് നല്ലതല്ലേ മോനെ? മനസ്സിലായി. അതൊക്കെ നല്ലതല്ലേ? ഒരാൾക്ക് അതല്ല, എന്നെ എത്രയോ പേര് എന്നെ മകളായിട്ട് നല്ലതല്ലേ എന്ന് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞ കേട്ടോ. നിങ്ങൾ ഒരു സ്പെസിഫിക് ആളുണ്ട്, ആ ആള് കുറെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ആള് പറഞ്ഞതാണ് ഞാൻ മകളെ പോലെയാണെന്ന്. ഒരു മകളെ പോലെ കാണുന്ന ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് ഞാനും കുറച്ച് പറയും. ഇത് എനിക്ക് എല്ലാത്തിനേക്കാളും കുറച്ചും കൂടി ഇതാണ് എനിക്ക് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് പേഴ്സണലി. എനിക്ക് ഒരാളുണ്ടായിരുന്ന പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ മറന്നു. പക്ഷെ ദാറ്റ് ഒരു ആണായിരുന്നു. ഹി വാസ് സപ്പോർട്ടിങ് മീ. ഒരു വീഡിയോ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ കുട്ടിയുടെ ഇഷ്ടം, കുട്ടിയുടെ ഡ്രസ്സ്, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷെ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു, വേറെ ഏതൊരു നല്ലൊരു മനുഷ്യൻ. ഇത് എനിക്ക് അവർ റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് പെയ്ഡ് PR ആണെന്നാണ് തോന്നുന്നത്.
അപ്പം ഈ എന്നെ സപ്പോർട്ട് ചെയ്ത ആൾ തന്നെ പറഞ്ഞു സംശയമില്ലാതെ ഇല്ലാന്ന്. അപ്പം ഞാൻ വെച്ചാൽ ഇത് രണ്ട് കൊളംകാര ഇത് എന്താ എനിക്ക് മനസ്സിലായില്ല. മേ ബി അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും. ഇറ്റ്സ് ഫൈൻ, കംപ്ലീറ്റ്ലി ഫൈൻ. ബട്ട് ഇത് ഒന്നല്ല, ഞാൻ പല ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് സെയിം തിങ്. പെയ്ഡ് പി ആർ ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ നിൽക്കണോ? ഓ അല്ല, എൻ്റെ ചോദ്യം അതാണ്. ഇങ്ങനെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ മണ്ട ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ നിൽക്കണമെന്നാണ് എൻ്റെ ചോദ്യം. കാരണം ആൾക്കാർ പല സ്ഥലത്തിരുന്നും പല ഇതും ആവും. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് അത് ഇട്ടതെങ്കിൽ ഓക്കെ, നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. നിനക്ക് അങ്ങനെ അറിയാമെന്ന്. നമ്മൾ അറിഞ്ഞുകൂടാത്ത രണ്ട് വ്യക്തികൾ ഇരുന്ന് എവിടെ വരും, നമ്മുടെ പേഴ്സണലി അറിയാത്ത രണ്ടുപേരാണ് അല്ലേ? പേഴ്സണലി അറിയാത്ത രണ്ടുപേരിരുന്ന് എനിക്കൊരു കമന്റ് വന്നിരിക്കുന്നു ഇപ്പൊ, കുറച്ച് ഓവറാണെന്ന്. ആണ് യൂട്യൂബിൽ ഓവറാക്കി കാണിക്കട്ടെ മക്കളെ. ഞാൻ ഓവറാവട്ടെ? ഇനി അടുത്ത പായ അമ്മ ഏറണാവും. എൻ്റെ മോളെ പറഞ്ഞാൽ എല്ലാത്തിനും കൂടി ഞാൻ പൂട്ടിക്കും. ആ വീഡിയോ ഇപ്പൊ കിടന്ന് കറങ്ങുന്നുണ്ട്. ആ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് പഴയ കുറച്ച് വീഡിയോസും അല്ലെങ്കിൽ അതും എടുത്തിട്ട് മഞ്ജു പിള്ള പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. പക്ഷെ അതൊരു 1 or 2 years ബാക്ക് എടുത്ത വീഡിയോ, പല ഇന്റർവ്യൂസിൽ നിന്ന് എടുത്തിട്ടുള്ള കട്ടുകൾ കൊടുത്തിട്ടാണ് അതുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴല്ലാതെ ഒരു വാക്ക് പോലും ആരോടും ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അതെടുത്ത് തന്നെ പറയണം. ഒരാൾക്കും ഞാൻ ഒരു പേഴ്സണലി ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ആരോടും ഞാൻ എന്താ പറയണ്ടേ, ഇത് നമ്മുടെ ഇതിലുള്ള ഈ ഒരു കാര്യങ്ങൾ പുറത്ത് പറയുവാണെങ്കിൽ ഞാൻ ഒഫീഷ്യലി പറയുള്ളൂ. അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ആദ്യമായിട്ടല്ലേ ഇവിടെ വന്ന് സംസാരിക്കും. ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടേ പറയുള്ളൂ. ഇത് എൻ്റെ മോളുടെ ചാനലിൽ സംസാരിക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതെനിക്ക് എടുത്തു പറയണം. അതുകൊണ്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ആൾക്ക് ഇടാനുള്ള ഇടും. ഇനിയിപ്പോൾ എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. അനദർ കമന്റ്സ് ഞാൻ കുറച്ച് കണ്ടതമ്മ. ഇതൊക്കെ നടന്നിട്ടും ഹൗ ആർ വി സോ കൂൾ, ഹൗ ആർ വി വൈ ആർ വി നോട്ട് ആക്ടിങ് ഓൺ ഇറ്റ് ആൻഡ് വൈ ആർ വി സോ കൂൾ ആൻഡ് ചിൽ? ഉത്തരവുണ്ടോ? അത് എൻ്റെ അമ്മ വളർത്തിയതും ഞാൻ വളർത്തിയതും 2 സിംഗക്കുട്ടികളായിപ്പോയി. കാണിച്ച് സിംഗം സീകര നീ അതിനിട്ട് ഇളക്കാതെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ആണോ ഗായ്സ്? നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടോ? ചൊട്ടി വെച്ചൊന്നുണ്ടല്ലോ കണ്ട്. എന്റെ വ്ളോഗ് ഞാൻ മാന്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല. ഈ അമ്മമാരെല്ലാം കണക്ക് തന്നെ. വന്നു കഴിയുമ്പോ നമ്മൾ അതേതാ കുറ്റം, ഇതേതാ കുറ്റം, അതേതാ കുറ്റം, ഇത് ഏതാ കുറ്റം, ഇത് ഏതാ കുറ്റം എന്ന് പറഞ്ഞിട്ടാണോ ഇപ്പൊ ഇങ്ങനെ കൊണ്ടായത്? അതെന്തായിരുന്നു എടുത്തിടാനുള്ള ഇത്? മാന്യമായിട്ട് കണ്ടോ ഗൈസ്? ഇതാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇനി അടുത്ത കമന്റ് വരും, മഞ്ജുപിള്ള ഇങ്ങനെ പറഞ്ഞു മകളോട്, മകൾ യൂട്യൂബ് വിട്ടു പോയെന്ന്. പിന്നെ ഒരു കാര്യം, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങി. കാരണം എൻ്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പം കാശ് തന്ന് മതിയായി. അപ്പോൾ പറഞ്ഞു സ്വന്തമായിട്ട് കാശിൻ്റെ വില പഠിക്കണമെങ്കിൽ സ്വന്തമായിട്ട് യൂട്യൂബ് കാശ് ഉണ്ടാക്കാൻ. അങ്ങനെ എൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞത് യൂട്യൂബിൽ കൂടെ ഏൺ ചെയ്യാൻ പറ്റും. മറ്റേ YFP യൂട്യൂബ് പ്രോഗ്രാം, YPF സംതിങ് ഒരു പ്രോഗ്രാം ഉണ്ട്, അത് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ഞാനിപ്പോൾ ഞാൻ വല്ലപ്പോഴും ഡിസ്റ്റർബ് ചെയ്യാറുണ്ടോ അമ്മ? ഉണ്ടാറുണ്ട്. 2-3 വട്ടം ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട് കാശിനെ പറ്റി ചോദിച്ചു, കാശില്ലാത്ത സമയത്ത്. ഇവളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. അടുത്ത അമ്മ ട്രോൾ ഇറക്കും. ഇല്ലല്ല, ഇവളുണ്ടല്ലോ, ഇവളടുത്ത് ഞാൻ കിട്ടുന്ന പൈസ സേവ് ചെയ്യണം, പൈസയുടെ വാല്യൂ അറിയണം, കിട്ടുന്ന പൈസ സേവ് ചെയ്യണം എന്ന് പറയും. അങ്ങനെ ഞാൻ അവൾക്ക് ഇവിടുന്ന് ബോംബെയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു എക്സ്ട്രാ വേറൊരു അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ട് അതിലേക്ക് വരുന്ന പേയ്മെൻറ്റുകളുടെ ഒരു പകുതി അങ്ങോട്ടേക്ക് മാറ്റണം, എന്നിട്ട് ബാക്കിയുള്ളത് നീ ചിലവാക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പൈസ വന്നു തുടങ്ങിയിട്ടും ഇടയ്ക്കിടയ്ക്ക് അവള് അമ്മ ഒരു 500 അയക്കോ, അമ്മ ഒരു 1000 അയക്കോ, അത്രയൊക്കെ ചോദിക്കുള്ളൂ, ഒരു 2000 അയക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഇതിനൊക്കെ പൈസ കിട്ടി തുടങ്ങിയില്ലേ, എന്താ തുടങ്ങി എൻ്റെ എന്നിട്ട് ആ പൈസയൊക്കെ എവിടെ? ഞാൻ സേവിങ്സ് മറ്റേ അക്കൗണ്ടിലേക്ക് മാറ്റും. അമ്മ അയ്യോ അങ്ങനെ മാറ്റാനല്ല പറഞ്ഞത്, പകുതി മാറ്റാനാ? ഇല്ല ഞാനത് ഫുള്ള് മാറ്റും, എന്നിട്ട് ബാക്കി അമ്മ തരണം. ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അമ്മ ഒരിക്കലും എനിക്ക് കാശ് തരാതിരിക്കില്ല.
രണ്ട്, എനിക്ക് സേവിങ്സിൽ ഞാൻ വലുതാകുമ്പോൾ എനിക്ക് കുറേ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെയാണ് സ്മാർട്ട് ആവേണ്ടത് ഗൈസ്. ഫോർ മോർ സേവിങ്സ് ടിപ്സ് പ്ലീസ് ഫോളോ മീ. ഒരു കാര്യമാണ് പറഞ്ഞിട്ട് സീരിയസ്ലി എന്നെയും എൻ്റെ ഫാമിലി, എൻ്റെ മോളെയും ഒരുപാട് സ്നേഹിക്കുന്ന ആളുണ്ടെന്നും എനിക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരു ആപത്ത് വരുമ്പോഴാണ് നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ട്, നമ്മളെ എത്ര പേര് സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് 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 ആൾക്കാർ, കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ, ഐ മീൻ പ്രായമുള്ള ആൾക്കാർ വരെ എന്നെയും എൻ്റെ മോളെയും സപ്പോർട്ട് ചെയ്യുകയും സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്തു. ഒരു പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ എന്താ പറയണ്ടേ, ഐ എം ബ്ലെസ്ഡ്. ഞാൻ മാത്രമല്ല, എൻ്റെ മോളും ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലാക്കിയ ഒരു അവസരമാണിത്, ഒരു കാലഘട്ടമായിരുന്നത്. ഒരുപാട് 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 നന്ദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ ഒരു ബന്ധങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. എങ്കിലും പറയേണ്ട സ്ഥലത്ത് പറയുക തന്നെ വേണം. ഒരുപാട് ഒരുപാട് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഗോഡ് ബ്ലെസ് എല്ലാവർക്കും. കാരണം ആരെയും കാണുന്നില്ല, ആരൊക്കെ അയച്ചതെന്നും അറിയില്ല. അറിയാവുന്ന കുറച്ച് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്കും ഒരുപാട് നന്ദി. എനിക്ക് ഏറ്റവും കൂടുതൽ ഒട്ടും അറിയാത്ത ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യലാണ്. ഒരുപാട് നന്ദി. ലവ് യു ആൾ. ഇത് മോസ്റ്റ്ലി ചെയ്തിരിക്കുന്നത് ആണുങ്ങളാണ്. ഇറ്റ് ഓൾസോ അഫക്റ്റഡ് ബോയ്സ് എ ലോട്ട്. I thought it was just girls who getting affected. A lot of men who got affected by this എന്താ പറയുക ഇത് and them reacting to women power. എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ട, അത് പവർ പോയിക്കള. ബട്ട് ലോട്ട് ഓഫ് പീപ്പിൾ, ഞാൻ എല്ലാവരുടെയും കുത്തിയിരുന്ന് എല്ലാം കണ്ടില്ല, കുറച്ച് ഭാഗമായിട്ടേ കണ്ടു. പിന്നെന്തുവാ, ഐ ആം ദിസ് ക്ലോസ് അമ്മേൻ്റെ ഫോളോവേഴ്സിനെ മറികടക്കാനായിട്ട്. സോ നിങ്ങളൊന്നും കൂടെ ശ്രമിച്ചു നോക്കിയാ എനിക്ക് അമ്മേനെക്കാളും ഫോളോവേഴ്സ്. എനിക്ക് ജീവിതത്തിൽ അമ്മ ഒരു കാര്യം പറയട്ടെ, ഇതുവരെ ഞാൻ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഫോളോവേഴ്സ് വേണം കൂടണമെന്ന്? ഒരിക്കലും ഫോളോവേഴ്സിനെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് 100K അടിച്ചപ്പോഴും ഐ വാസ് ലൈക്ക് അമ്മ 100K അടിച്ചു. നമുക്ക് കുറെ ആൾക്കാർക്ക് ആക്ച്വലി അവൾക്ക് നെപ്പോ കിടെന്ന് പോലും അറിയുന്ന ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അവൾ ബോംബെ വന്നിട്ട് ആക്ടിങ് ക്ലാസ് ജോയിൻ ചെയ്തത്. അവിടെ എവിടെയെങ്കിലും ജോയിൻ ചെയ്താൽ മഞ്ജു പിള്ളയുടെയും സുജിത് വാസുദേവിന്റെയും മകളാണെന്നുള്ള പരിഗണന കിട്ടും. എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ബോംബെയിൽ വന്നിട്ട് അവൾ ആരോടും പറയാതെ, പക്ഷെ നിങ്ങളായിട്ട് ഇവിടെയുള്ളവരെയും കൂടെ അറിയിച്ചു കൊടുത്തു. അതെ. പിന്നെ വേറൊരു സംഭവം, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, അത് കുറച്ചാളെൻ്റെ മനസ്സിലിങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ തെറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇറ്റലിയിലാണ് പഠിച്ചത്. അതൊരു വലിയ ഇതാണ്, എനിക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇറ്റലിയിലാണ് പഠിച്ചത്. ലണ്ടനിലോ പാരീസിലോ കൊറിയനോ അല്ല, പാരീസ് ഇറ്റലിയിലെ അല്ലല്ലേ, ഫ്രാൻസിലാണ്. അമ്മ അവരിനി അമ്മ എയറിലാക്കും. സംശയങ്ങൾ ചോദിച്ചു. എല്ലാ അമ്മ എല്ലാരും എയറിലാക്കും. എല്ലാ തികഞ്ഞവര് പറയട്ടെ. ഇറ്റലി ഇസ് എ കൺട്രി, ഫ്രാൻസ് ഇസ് എ കൺട്രി. Yeah, I know. Florence, yes. പിന്നെ ഇപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്ത് കൂളായിട്ടിരിക്കുന്നത് ബിക്കോസ് വി ഹാവ് എ ലൈഫ്, യു ഗൈസ് ഡോണ്ട്. അല്ലേ അമ്മ? വി ഹാവ് എ ലൈഫ് ആൻഡ് ദേ ഡോണ്ട്. അതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ദൈവം അതിന്റെ പുറകെ പോരുത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺഫിഡന്റ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാം. സത്യാവസ്ഥ പറയട്ടെ, എന്തിനാ അത് ചെയ്യേണ്ടതെന്ന്. എന്തിനാ അമ്മ ഇവിടെ മനഃപൂർവ്വം വന്നതല്ല. ദ തിങ് ഈസ്, ഈ ഒരു കഴിഞ്ഞ മാസം നേരത്തെ അമ്മ ബുക്ക് ചെയ്ത് വെച്ചതായിരുന്നു ഈ 5 days. പക്ഷെ ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്. സോ എനിക്കൊരു സമാധാനമായിരുന്നു അമ്മ വരുമ്പോൾ. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് പ്രത്യേകിച്ച് ഐ വാസ് നോട്ട് ലൈക്ക് പേഴ്സണൽ ലൈഫിൽ ഐ വാസ് ഡൗൺ, ബട്ട് ഇത് കാരണം ഐ വാസ് ലൈക്ക് നെഗ്ലക്റ്റിംഗ് ഇറ്റ്. പിന്നെ ഇത് ഓരോ ദിവസം ആകുമ്പോൾ ചിലങ്ങനെ കൂടി വരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ആൾക്കാർ ഇത് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യണം. മനസ്സിലാക്കാൻ നല്ലതായിരുന്നു. പേഷ്യൻസ് ഒരിക്കലും മറ്റേ തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയില്ല, വിക്ടിംസ് ആയിരിക്കും പോകുന്നത്. ആണ്. പേഷ്യൻസ് നെവർ ഗോ ടു ദ തെറപ്പിസ്റ്റ് വേർ വിക്ടിംസ് ഡു. ഒരു പേഷ്യന്റ് അല്ല തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോകുന്നത്, അവരുടെ വിക്ടിംസ് ആണ് പോകുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലായോ? ഇംഗ്ലീഷ് മനസ്സിലാത്താണോ? ഹിന്ദി മേ ബോലൂ മേ ആപ്സേ ആപ്കോ? നീ പറയുന്ന ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം ഒന്നും എനിക്ക് മനസ്സിലാവാറില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറയാം. അമ്മ ആലോചിച്ച് നോക്കൂ, വിക്ടിം ആരാ ഇവിടത്തെ? പേഷ്യന്റ് ആരാ? പേഷ്യന്റ് പോയില്ല, പക്ഷെ വിക്ടിമേ പോകൂ. പേഷ്യന്റ് ആണ് പോകേണ്ടത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ?
യെസ്. സോ ഇത് ഈ സിറ്റുവേഷൻ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ട്രോമറ്റൈസ് ചെയ്ത ആൾക്കാരായിരിക്കും അങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്നത്. ട്രോമറ്റൈസ് ആയ ആളായിരിക്കും പേഷ്യൻ്റ്. മനസ്സിലായോ ഗൈസ്? നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, മതി. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്കാണ് പോകുന്നത്. കാണാം ആക്റ്റീവ് ചെയ്യുമോ? ഇത് പറഞ്ഞുകൊണ്ട് ലോറിയലിൻ്റെ ഇൻഫാലിബിൾ സെറ്റിംഗ് സ്പ്രേ നിങ്ങൾ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ശരിക്കും പറയാം, ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, അടിപൊളി സാധനം. ഞാൻ ഈ സാധനം ഇട്ടുണ്ടല്ലോ, മേക്കപ്പ് അങ്ങനെ നിൽക്കും, ഇങ്ങനെ ഒട്ടി ഇരിക്കുന്ന പോലെ നമുക്ക് ആദ്യം തോന്നും, പക്ഷെ ലേറ്റർ ഓൺ മേക്കപ്പ് മാറത്തില്ല. ഈ ഒരു സംഭവം മേടിക്കണം. ഓക്കെ, ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ താഴെ. എനിവേ ഗൈസ്, ദിസ് വാസ് ദ വ്ളോഗ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഇനിയും വ്ളോഗുമായി ഞാൻ വരും. താങ്ക് യു. Thank you. Bye-bye. Bye-bye.